വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്, വിച്ച് ഇസ് ദ ഫൗണ്ടേഷൻ ചാപ്റ്റർ ഫോർ ഫിസിക്സ്. ഓക്കെ, നമ്മുടെ ഫിസിക്സിൻ്റെ ഫൗണ്ടേഷൻ ചാപ്റ്ററായിട്ട് കാണുന്ന ഒരു ചാപ്റ്ററാണ് എന്തെന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്, ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രോ ആയിട്ട് ഞാൻ തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മെഷർമെൻറ്റ്സിനെ പറ്റി പഠിക്കാനുണ്ട്. മെഷർമെൻറ്റ്സിനെ പറ്റി പഠിക്കാനുണ്ട്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ്സ്. ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ്സിനെ പറ്റി പഠിക്കാനുണ്ട്. അതിന് ശേഷം ആ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെയാണ്, ഡിഫറെൻറ്റ് യൂണിറ്റ്സ്, എറേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് യൂണിറ്റ്സ്, ഡയമെൻഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ ആണല്ലോടാ. അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസും കൂടെ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ചാപ്റ്റർ. അപ്പോൾ ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വളരെ കോംപ്ലിക്കേഷൻ ഒന്നും കാണത്തുമില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? അതായത് നമ്മുടെ ഈ ലോകത്ത്, നമ്മുടെ ഈ യൂണിവേഴ്സിൽ ഒരുപാട് മെഷർമെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ, ഫിസിക്കലായിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാസ്, ലെങ്ത്, ടൈം, ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. അപ്പോൾ മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണോടാ, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് യൂണിറ്റുകൾ വേണം അല്ലേ, യൂണിറ്റുകൾ വേണം. അപ്പോൾ ആ യൂണിറ്റുകളെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കിലോഗ്രാമിനെ, ഇപ്പം മാസിനെ നമുക്ക് വെയിറ്റ് അല്ലേ, മാസ് അല്ലെങ്കിൽ വെയിറ്റിന് നമുക്ക് കിലോഗ്രാം ഇടാം, ഗ്രാം ഇടാം, മില്ലിഗ്രാം, ടൺ അല്ലേ, അതുപോലെ മെട്രിക് ടൺ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് മെഷർമെൻറ്റിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റിയാണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ മെഷർമെൻറ്റും അതിൻ്റെ പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് ചോദിച്ചാലടാ, അപ്പോൾ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ക്വാണ്ടിറ്റീസ് in which they are fundamental, that is they can't be derived from any other things. വേറെ ഒന്നിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മാസ് ഒരു എക്സാമ്പിൾ ആണ്, ടൈം, ലെങ്ത് അല്ലേ, ഈ MKS അല്ലേ, മാസ്, ടൈം, ലെങ്ത്, ഇതൊക്കെ എന്താണ് നമ്മുടെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ അല്ലേ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ. മറ്റുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ലെങ്ത്, മാസ്, ടൈം, ഇതൊക്കെ എന്താണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഈ ക്വാണ്ടിറ്റീസിനൊന്നും നമുക്ക് വേറൊരു ക്വാണ്ടിറ്റി വെച്ചും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ വിച്ച് ക്യാൻ ബി റെപ്രസെൻ്റ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്, അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസുമായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ വോളിയം, അതുപോലെ തന്നെ വെലോസിറ്റി, ഫോഴ്സ്, ഇവയെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും. മനസ്സിലായല്ലോ, സംശയമില്ലല്ലോടാ. അതെ, അപ്പോൾ ഇവയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിസ്റ്റംസ് ആണ്. സിസ്റ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഈ മെഷർമെൻറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സിസ്റ്റംസ്. അപ്പോൾ നമുക്ക് പല ഡിഫറെൻറ്റ് സിസ്റ്റംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് ആദ്യം നമുക്ക് പഠിക്കാനുള്ളതാണ് CGS സിസ്റ്റം. CGS, that is centimeter
ഗ്രാം സെക്കൻഡ്, സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നാണ് അല്ലേ. C for സെൻറ്റിമീറ്റർ, G for ഗ്രാം, S for സെക്കൻഡ്സ്. ഇതാണ് CGS സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ലെങ്ത് എന്തിലാണ് മെഷർ ചെയ്യുന്നത്? സെൻറ്റിമീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. നമ്മുടെ ഗ്രാം വെയിറ്റ് എന്തിലാണ് മെഷർ ചെയ്യുന്നത്? ഗ്രാമിലാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈം എന്തിലാണ് മെഷർ ചെയ്യുന്നത്? സെക്കൻഡ്സിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ CGS സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തത് FPS സിസ്റ്റം. FPS സിസ്റ്റം. F എന്താണ്? F ഫോർ ഫുഡ്, P പൗണ്ട്, S ഫോർ സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫീറ്റ്, പൗണ്ട്, സെക്കൻഡ്. അതിനെയാണ് FPS സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് MKS സിസ്റ്റം. MKS ദാറ്റ് ഈസ് എന്താണ്? മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഓക്കെ, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം? റെപ്രസെൻ്റ് ചെയ്യാം ഇൻ ടേംസ് ഓഫ് യൂണിറ്റ്സ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഈ CGS സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് എന്താണ്? സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റമാണ് അല്ലേ. അതുപോലെ FPS സിസ്റ്റം എന്ന് വെച്ചാൽ ഫൂട്ട് പൗണ്ട് സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് മാത്രം, അതായത് നമ്മളുടെ മാസ്, ടൈം, ലെങ്ത്, ഈ 3 മെഷർമെൻറ്റും അല്ലെങ്കിൽ ഈ 3 ക്വാണ്ടിറ്റീസും മാത്രം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും എന്ത് ചെയ്യാൻ പറ്റില്ലടാ? ഒരിക്കലും റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മാസും ടൈമും ഉണ്ടെങ്കിൽ കറണ്ട് ചെയ്യാൻ പറ്റുമോ? കറണ്ടിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ കറണ്ട് അല്ലെങ്കിൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്നൊക്കെ പറയുന്ന ഓരോ ക്വാണ്ടിറ്റീസ് നമുക്ക് ഒരിക്കലും ഇതിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റീസിന് തന്നെ നമുക്ക് പലതായിട്ട് വീണ്ടും എന്ത് ചെയ്യാം? തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കൂടാ? ഓക്കെ, ഇപ്പോൾ നമുക്ക് പലതായിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് SI സിസ്റ്റം, ഇൻ്റർനാഷണൽ യൂണിറ്റ് സിസ്റ്റം. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് സിസ്റ്റമാണ് SI സിസ്റ്റം എന്ന് പറയുന്നത്. SI സിസ്റ്റത്തിൽ നമുക്ക് 7 ക്വാണ്ടിറ്റീസ് ആണ് വരുന്നത്. ഓക്കെ, 7 ക്വാണ്ടിറ്റീസ് ആണ് വരുന്നത്. ആദ്യം ഏതൊക്കെയാണ് വരുന്നത്? ആദ്യം വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. നമുക്കിവിടെ പറഞ്ഞത് തന്നെയാണ്. ആദ്യം വരുന്നത് മാസ്, പിന്നെ ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, then amount of substance, then luminous intensity. ഓക്കെ, ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓക്കെ, 7 എണ്ണമാണ് വരുന്നത്. ഇത് മാസിൻ്റെ യൂണിറ്റ് എന്താണ് നമ്മൾ കൊടുക്കുന്നത്? കിലോഗ്രാം. ഓക്കെ, ലെങ്തിൻ്റെതോ? മീറ്റർ, ടൈമിൻ്റെത് സെക്കൻഡ്സ്, ഇലക്ട്രിക് കറണ്ടിൻ്റെത് ആംപിയർ, ടെമ്പറേച്ചറിൻ്റെത് കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെത് മോൾ, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല. ഓക്കെ, ഇത്രയും യൂണിറ്റും മെഷർമെൻറ്റും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അവയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റുകളും നമ്മൾ പഠിച്ചിരിക്കണം. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് SI സിസ്റ്റം. ഓക്കെ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സിസ്റ്റത്തെയാണ് നമ്മൾ SI സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസും കൂടെ ഉണ്ട്. ഒന്നാണ് പ്ലെയിൻ ആംഗിൾ, റേഡിയൻ ആണ് കേട്ടോ അതിൻ്റെ യൂണിറ്റ്, റേഡിയൻ. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ. അടുത്തത് സോളിഡ് ആംഗിൾ. ഓക്കെ, ഇപ്പം നമുക്ക് സോളിഡ് ആംഗിളിൻ്റെത് സ്റ്റെറേഡിയൻ. ഓക്കെ, സ്റ്റെറേഡിയൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ SI സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പറയുന്ന പോലെ നമ്മുടെ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതുപോലെ തന്നെ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസും ആണ് നമുക്കുള്ളത്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോടാ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ? യെസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷനും സബ് മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ
അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ലെങ്തിൻ്റെ കേസായാലും ഏതിൻ്റെ കേസായാലും നമ്മൾ എടുക്കുമ്പോൾ 10⁻⁻1 നമ്മൾ എന്തെന്നാ പറയുന്നേടാ ഡെസി. ഓക്കെ, 10⁻⁻1 എന്ന് വെച്ചാൽ എന്താണ് ഡെസി. ഓക്കെ, അടുത്തത് 10⁻². സെൻറ്റി അല്ലേ, 10⁻² എന്താണ് സെൻറ്റി. അതുപോലെ തന്നെ 10⁻³ മില്ലി. ഇതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ, കാരണം നമുക്ക് പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് മില്ലി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദാറ്റ് ഈസ് 10⁻³ ഓക്കെ. സെൻറ്റി എന്ന് പറയുമ്പോൾ എന്താണ് 10⁻² സെൻറ്റി. അടുത്തത് എന്താണ് 10⁻⁻6 മൈക്രോ കേട്ടോ, മൈക്രോ. 10⁻⁻6 ആണ് എന്താണ് മൈക്രോ എന്ന് പറയുന്നത്. അടുത്തത് 10⁻⁻9 10⁻⁻9 വിച്ച് ഈസ് നാനോ. ഇമ്പോർട്ടൻ്റ് ആണ് നാനോ. ദെൻ 10⁻⁻12 പൈക്കോ. 10⁻⁻15 ഫെംറ്റോ. നമ്മൾ ന്യൂക്ലിയസിൻ്റെയൊക്കെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഫെംറ്റോമീറ്ററിലാണ് പറയുന്നത് കേട്ടോ. ഫെംറ്റോ 10⁻⁻15. ഇത് അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് സബ് മൾട്ടിപ്പിൾസ് ആണ്. ഇനി മൾട്ടിപ്പിൾസ് വരുമ്പോഴത്തേക്ക് എന്തോ കൂടാ 10 ആകുമ്പോൾ എന്താ വരുന്നത് ഡെക്ക അല്ലേ, ഡെക്ക അല്ലേ. 10⁻2 വരുമ്പോൾ ഹെക്ട. 10⁻3 വരുമ്പോൾ കിലോ. 10⁻6 വരുമ്പോൾ മെഗാ. 10⁻9 വരുമ്പോൾ ജിഗ ഹെഡ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ജിഗ. അടുത്തത് 10⁻12 വരുമ്പോൾ ടെട്ര. അതുപോലെ തന്നെ 10⁻15 വരുമ്പോൾ പെറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ മൾട്ടിപ്പിൾസും സബ് മൾട്ടിപ്പിൾസും ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിനെപ്പറ്റി നല്ലൊരു ഐഡിയ നമുക്ക് വേണം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഫൗണ്ടേഷനാണ്. ഓക്കെ, നമ്മുടെ ഫിസിക്സ് പഠിക്കേണ്ട എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഫൗണ്ടേഷനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതെല്ലാം പഠിച്ചു വെക്കുക, കാരണം നിങ്ങൾക്ക് എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് സ്മോളസ്റ്റ് എന്ന രീതിയിൽ ചോദിച്ചിട്ട് ഈ ഡെസിമൽസ് വാല്യൂസ് തരാം. ഓക്കെ, അപ്പം അത് നമ്മൾ നന്നായിട്ട് നോക്കിക്കോണം. മനസ്സിലായല്ലോടാ? മനസ്സിലായില്ലേ? യെസ്. ഇനി അടുത്ത നമുക്ക് നോക്കാടാ. അടുത്ത നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള അടുത്തൊരു കാര്യമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ നമ്മളൊരു മെഷർമെൻറ്റ് സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ എന്താണ്, അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലേ. സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് നമുക്ക് പറയാം. അപ്പം ദ റിലയബിൾ ഡിജിറ്റ് പ്ലസ് ദ ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ് ഇൻ എ മെഷർമെൻറ്റ് ആർ നോൺ ആസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മെഷർ ചെയ്യുന്നതിന് ഒരു യൂണിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് യൂണിറ്റ് അല്ല, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ എണ്ണി എടുക്കുന്നതിന് ഒരു ഉപയോഗമുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് നമ്പേഴ്സിൻ്റെ മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതൊന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് എത്ര എണ്ണം ഉണ്ട്, അതിനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്ക് വേണമെങ്കിൽ 2 നമ്പർ തന്നിട്ട് ഇതിന് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 38 എത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ടടാ? എത്ര ഫിഗേഴ്സ് ഉണ്ട്? 2, 3ഉം 8ഉം. അപ്പോൾ 2ആണ് ഇവിടെയുള്ള സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 123 എത്രയാണടാ? 3. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാവും? നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ്സുകളെല്ലാം എന്താണ്? സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ് അല്ലേ. നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റുകളെല്ലാം സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ്. ഇനി അടുത്തത് 23.453 ഇതാണെങ്കിൽ ഇതും എന്താടാ? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ് മക്കൾ ഇവിടെ വരുന്നത്? 5 ആണ്. കാരണം ഇവിടെ 5 ഡിജിറ്റുകളാണുള്ളത് അല്ലേ, 5 ഡിജിറ്റുകളാണുള്ളത്. അത് നോൺ സീറോ ആണ്. സോ ദാറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. അടുത്തത് 1204 ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടോ? ഒന്ന് പറയാമോ? ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ദേ ഹാവ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലേ. 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ വരുന്ന സീറോയും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഇൻ ബിറ്റ്വീൻ വരുന്ന സീറോയും എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇപ്പോൾ 30007.
ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പർ എടുത്താൽ ഇതിൻ്റെ അകത്ത് സീറോസ് വരുന്നുണ്ട്, പക്ഷേ ആ സീറോസ് ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നത് അല്ലേ, ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ നമ്പേഴ്സ്, ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അതെന്താണ്, അതും സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അതെന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 30007 എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. സോ അതിൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്, 5 അല്ലേ. അടുത്തത് 20.03 ഇതിൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ടടാ, 4 അല്ലേ. 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് തന്നെയാണ് ഇതിനും വരുന്നത്. ഓക്കെ ആണല്ലോടാ. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്താണെന്നാ പറഞ്ഞേടാ, ദ റിലയബിൾ ഡിജിറ്റ് പ്ലസ് the first uncertain digit in a measurement are known as significant digits or significant figures. Okay, അപ്പോൾ ഫസ്റ്റ് റിലയബിൾ ഡിജിറ്റും അതുപോലെ റിലയബിൾ ഡിജിറ്റ് പ്ലസ് ഫസ്റ്റ് അൺസർട്ടൻ ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിൻ്റെയും കൂടെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ ഫസ്റ്റ് ഇതെന്ന് വെച്ചാൽ എ ചോയ്സ് ഓഫ് ചേഞ്ച് ഓഫ് ഡിഫറൻറ്റ് ഇൻ യൂണിറ്റ് ഡിജിറ്റ്. അതായത് നമ്മളെ ഈ യൂണിറ്റ് ഡിജിറ്റുകൾ നമ്മൾ നമ്മൾ എത്രത്തോളം ചൂസ് ചെയ്യുന്നു, നമ്മൾ എത്ര ചൂസ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഡിജിറ്റുകളെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, വിച്ച് ആർ സിഗ്നിഫിക്കൻ്റ് ടു ദ മെഷർമെന്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇനി സീറോ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ. എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ. അപ്പോൾ സീറോസ് വരാം അല്ലേ മക്കളെ. അപ്പോൾ സീറോസ് വരാം, സീറോസ് എവിടെ വന്നാൽ ഇൻ ബിറ്റ്വീൻ വന്നാലും അതും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ. ഇൻ ബിറ്റ്വീൻ വരുന്ന സീറോസും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ, സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി അടുത്ത നമുക്ക് നോക്കാവുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 4200. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സീറോയും എൻഡിലല്ലേ വന്നേക്കുന്നത്, ഇൻ ബിറ്റ്വീൻ ആണോ വന്നേക്കുന്നത്, അല്ല. അതുകൊണ്ട് ഈ രണ്ട് സീറോസും എന്തല്ലടാ, സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെ രണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്, 4ഉം 2ഉം. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായിടാ, ട്രെയിലിംഗ് സീറോസ് ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. ട്രെയിലിംഗ് സീറോസ് എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ 23040. ഇപ്പോൾ ഇവിടെ ഈ ട്രെയിലിംഗ് 00, ഇപ്പോൾ ഈ ട്രെയിലിംഗ് ആയിട്ട് രണ്ട് സീറോസ് ഇല്ലേ, അപ്പോൾ രണ്ടും എന്തല്ലടാ, സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ബാക്കി എത്ര നമ്പേഴ്സാണ് വരുന്നത്, 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമുക്ക് നോക്കാം 38100. അപ്പോൾ ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്, ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ രണ്ട് ട്രെയിലിംഗ് സീറോസ് ആണ് വരുന്നത്. അതുകൊണ്ട് അത് രണ്ട് സിഗ്നിഫിക്കൻ്റ് അല്ല, ബാക്കി മൂന്നും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ. യെസ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡെസിമൽ കഴിഞ്ഞ് വരുന്ന സീറോസ്. ഡെസിമൽ കഴിഞ്ഞ് വരുന്ന സീറോസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് വരുന്ന സീറോസ് ആണെങ്കിൽ മക്കളെ അതെന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഡെസിമൽ കഴിഞ്ഞ് വരുന്ന സീറോസ് ആണെങ്കിൽ അതെന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ 20.0. ഇപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്, ഇവിടെ ആക്ച്വലി 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, ഈ 2ഉം 0യും 0.0യും, പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 0യും. ഇതെല്ലാം എന്താണ്, സിഗ്നിഫിക്കൻ്റ് ഫിഗർ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ അടുത്തത് 43.00. 43.00. അപ്പോൾ ഇത് ഇവിടെ നോക്കിയാൽ 43.00 എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, 43.00 എന്താ കാണാൻ പറ്റുന്നത്, ഇവിടെ 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ് നമുക്ക് വരുന്നത് അല്ലേ. 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. യെസ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ 10⁻⁴ വരുന്നതൊന്നും എന്തല്ലടാ, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പോൾ 4 × 10⁻⁷ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, 10⁻⁷ എന്താണ്, സിഗ്നിഫിക്കൻ്റ് അല്ല. ഓൺലി 4 ഈസ് ദ സിഗ്നിഫിക്കൻ്റ് ഫിഗർ. ഓക്കെ ആണല്ലോടാ, ഓക്കെ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേടാ. യെസ്. നമുക്കിനി അടുത്തതിലോട്ട് പോവാം.